ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നോമ്പിന്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയുടെയും നോമ്പ് ഉപവാസത്തിന്റെയും അനുഭവത്തിൽ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുന്ന ദിനങ്ങളാണിത്. ഒരു തീർത്ഥാടനത്തിലൂടെ പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് 6 ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവും മോശയും ഏലിയാവും ഒക്കെ നോമ്പ് നോറ്റ് ആകൽക്കൊരസായി ജയിച്ചതുപോലെ ഈ പരിശുദ്ധ നോമ്പ് നമ്മെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധീകരണത്തിന്റെ കാലമാണ് നോമ്പുകാലം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താത്ത ഭക്തിയോ ഉപവാസമോ പ്രാർത്ഥനയോ എന്തു തന്നെയായിരുന്നാലും അത് പ്രയോജനശൂന്യമാണ്. വലിയ നോയമ്പിലെ തിങ്കളാഴ്ചയുടെ പ്രഭാത നമസ്കാരത്തിൽ പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു, നോമ്പ് നല്ലതാകുന്നു. സ്നേഹം കൂടാതെ ഒരുത്തൻ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു വിശേഷവുമില്ല. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു. സ്നേഹം അതിനെ കരയറ്റുന്നില്ല എങ്കിൽ അതിന്റെ ചിറക് ബലഹീനമാകുന്നു. കുരിശിലെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ഈ നോമ്പുകാലം. ചൊവ്വാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ വീണ്ടും പറയുന്നു, വെടുപ്പുള്ള നോമ്പ് ഇതാകുന്നു. അന്യായത്തിന്റെ ബന്ധനങ്ങളെ നിന്റെ ഹൃദയത്തിൽ നിന്ന് അഴിച്ചു കളയുക. വഞ്ചനയുടെ കെട്ടുകളെ നിന്റെ ഉള്ളിൽ നിന്ന് ഛേദിച്ചു കളയുക. ദരിദ്രന്മാർക്ക് നിന്റെ അപ്പത്തെ ഭാഗിച്ചു കൊടുക്കുക. പരദേശികളെ നിന്റെ ഭവനത്തിൽ ചേർത്തുകൊള്ളുക. നോമ്പ് നോൽക്കുന്നവരുടെ തലമുറ മാലാഖമാരോട് ചേർക്കപ്പെടുന്നുവെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ നോവും നൊമ്പരവും പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ച പിറവിക്കുരുടന്റെ ഞായറാഴ്ചയാണ്. പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള ഭാഗങ്ങൾ. ജീവിക്കുന്ന ഓരോ നിമിഷവും വിശ്വാസത്തിൽ നമ്മെ തന്നെ ഉറപ്പിക്കുവാനുള്ള നിമിഷങ്ങളാണെന്ന് കുരുടന്റെ ജീവിതം വ്യക്തമാക്കുന്നു. ആഴമായി അറിയുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിവാക്കി യേശുവിനെ മനുഷ്യനായി, പ്രവാചകനായി, കർത്താവായി മനസ്സിലാക്കുവാൻ സാധിച്ച കുരുടൻ. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് അന്ധനായ മനുഷ്യൻ പറയുമ്പോൾ സ്വയം തിരിച്ചറിയാതിരിക്കുന്നതും മറ്റുള്ളവരെ തിരിച്ചറിയാതിരിക്കുന്നതും അറിഞ്ഞിട്ടും അറിയാത്തതായി നടിക്കുന്നതുമായ കുരുടിന്റെ ലക്ഷണങ്ങളോടെ അനേകർ ഈ ലോകത്ത് ജീവിക്കുന്നു. ജന്മന കുരുടനായിരുന്ന അന്ധൻ സൂര്യപ്രകാശം കാണുവാൻ കഴിഞ്ഞതിനോടൊപ്പം ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ ദർശിക്കുവാൻ സാധിച്ചു. നല്ല ആത്മീയ അനുഭവമുള്ളവനായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് അവന്റെ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നു. ജന്മന കുരുടൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവസരങ്ങൾ ഉണ്ടായിട്ടും കാഴ്ചയ്ക്ക് നേരെ പുറംതിരിഞ്ഞ് നിന്നതാകാം. കാഴ്ചയുണ്ടെന്ന് അഭിമാനിക്കുന്നവരുടെ സമൂഹം അയാളുടെ കാഴ്ചയ്ക്ക് വിഘാതമായതാകാം. ശീലോഹവും കുളത്തിൽ പോയി കഴുകുക എന്ന കേൾവിയിൽ നിന്ന് അയാൾ കാഴ്ചയിലേക്ക് വരികയാണ്. തുപ്പലും ചെളിയും വെള്ളവും ഒന്നിക്കുമ്പോൾ അവിടെ സൗഖ്യം ലഭിക്കുകയാണ്. പുതിയ സൃഷ്ടിയായി പുതുക്കിപ്പണിയുന്ന ഒരു അനുഭവത്തിലേക്ക് അന്ധൻ മാറുന്നു. തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനായ കർത്താവ് തന്റെ സൃഷ്ടിയുടെ അന്ധതയിൽ മനസ്സലിവ് തോന്നി കാഴ്ച കൊടുത്ത് പൗലോസ്ലീഹ പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന അനുഭവത്തിലേക്ക് പുതുക്കിപ്പണിയുന്നു. ദൈവം ആരെന്ന് കൂടുതൽ ആഴമായി മനസ്സിലാക്കിയ അന്ധന്റെ അനുഭവം. പാപങ്ങളാൽ അന്ധരായ മനുഷ്യർക്ക് പലപ്പോഴും ദൈവമാരെന്നോ ദൈവ സാന്നിധ്യമോ മനസ്സിലാക്കാൻ കഴിയാതെ അന്ധതയുടെ അനുഭവത്തിൽ ജീവിക്കുന്നുണ്ട്. വീണ്ടും അവൻ ചോദിക്കുന്നു, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? കപടതയുടെ മനസ്സുമായി യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയെ സമീപിക്കുന്ന പരീശന്മാരോട് കാഴ്ച ലഭിച്ചവന്റെ നിഷ്കളങ്കതയിൽ നിന്നുയർന്ന ചോദ്യമാണത്. ഭക്തന്മാരാണെന്ന് നടിച്ച് ജീവിക്കുന്ന ലോകത്തിനു മുമ്പിൽ കുരുടൻ ഉയർത്തുന്ന ചോദ്യമാണത്. കുരുടൻ ഉരുവിടുന്ന ഓരോ വാക്കും വാതിലുകളാകുന്നു. അവൻ ഉയർത്തുന്ന ചോദ്യം വഴിയായി മാറുന്നു. എത്ര വഴിതെറ്റിയാലും ചെളിയിൽ പൊതഞ്ഞുപോയാലും രക്ഷപ്പെടാനുള്ള വഴിയെപ്പറ്റിയാണ് കുരുടൻ ചോദിക്കുന്നത്. തന്റെ ക്രൂശെടുത്തിനെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നതും ഇവിടെ പ്രസക്തമാണ്. പരീശന്റെ പ്രീതിയേക്കാൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അന്ധന്റെ സ്വയം സമർപ്പണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ സഹനമാകുന്ന കുരിശു ചുമന്നുകൊണ്ട് ക്രിസ്തുവിനെ
അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ലോകത്തിലേക്ക് കർത്താവ് വന്നു. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി നൽകുവാനും യേശുതമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നു. ഈ നോമ്പുകാലം സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരു ഉയർപ്പിന്റെ നല്ല അനുഭവങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.